പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ബീഹാറിലെ ഒരു റാലിയെ അഭിസംബോധന ചെയ്യവേ പാകിസ്ഥാനെ നിശിതമായി പരിഹസിച്ചു. ഒരു കാലത്ത് നമ്മളെ വെല്ലുവിളിക്കുകയും നമ്മളുടെ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുകയും ചെയ്തിരുന്ന രാജ്യം ഇപ്പോൾ ഭിക്ഷാപാത്രവുമായി ലോകം ചുറ്റുകയാണെന്നാണ് പാകിസ്ഥാനിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ പരിഹസിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത്. മുൻ സർക്കാരുകളുടെ കാലത്ത് പാകിസ്ഥാനിൽ നിന്നും വന്നിരുന്ന തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുകയും ദിവസവും എന്ന പോലെ നമ്മുടെ സൈനികരുടെ ജീവനെടുക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോഴൊക്കെ ഇന്ത്യയിലെ ജനങ്ങൾ നിസ്സഹായമായ അവസ്ഥയിൽ ായിരുന്നെന്നും ആക്രമിക്കുന്ന ദിവസം അവരുടെ വീടുകളിൽ കയറി അവരെ കൊല്ലണമെന്ന് തോന്നിയിട്ടുണ്ടെന്നും അദ്ദേഹം റാലി അഭിസംബോധന ചെയ്യവേ പറഞ്ഞു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറുന്ന തീവ്രവാദികൾ അതിർത്തിയിലെ സൈനികരെ കൊന്നൊടുക്കുകയും സാധാരണക്കാരായ ജനങ്ങളെ കൊല്ലുകയും ചെയ്യുന്ന ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായം സ്വീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുകയും ഇന്ത്യയിലേക്ക് നിരന്തരം തീവ്രവാദികളെ നുഴഞ്ഞുകയറ്റി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള വഴിയൊരുക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ളവരുടെ സോഷ്യൽ മീഡിയ സൈറ്റുകൾ പരിശോധിച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെ പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് മനസ്സിലാകും. അവിടുത്തെ വിദ്യാഭ്യാസത്തിലെ നിലവാരമില്ലായ്മ കാരണം ഇപ്പോഴത്തെ തലമുറ പോലും ഇന്ത്യ എന്നാൽ ഏറ്റവും വലിയ ശത്രുവാണെന്നാണ് കരുതുന്നത്. ചരിത്രം തെറ്റായി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്ത്യയോട് അതിയായ വെറുപ്പ് പഠിപ്പിച്ചു വിടുന്നൊരു സമൂഹത്തെ സൃഷ്ടിക്കുന്ന ഒരു രാജ്യത്തിലെ ജനങ്ങൾ തകരുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല.